ടോപ്പിക് എന്ന് പറയുന്നത് വിൻഡ് എനർജി. ഈ വിൻഡ് എനർജി എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കാം. Wind is a form of solar energy. Wind is caused by huge convection current in the Earth's atmosphere driven by heat energy from the sun. This means as long as the sun shines, there will be wind. എങ്ങനെയാണ് വിൻഡ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? എങ്ങനെയാണ് നിങ്ങൾ അറിയുന്ന പോലെ ഒന്ന് പറഞ്ഞേ. എങ്ങനെയായിരിക്കും വിൻഡ് ഫോം ചെയ്യുന്നത്? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി ആര് പറയാം? നിവേദ്യ എന്ന് പറഞ്ഞേ. നിവേദ്യ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ. ഓക്കെ. എങ്ങനെ വിൻഡ് എങ്ങനെ ഫോം ചെയ്യുന്നത്? അത് ഡെൻസിറ്റി കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടിയ സ്ഥലത്തേക്ക് പോകുന്നതല്ലേ. ഡെൻസിറ്റി കുറയാൻ കാരണം എന്താ? അടുത്തടുത്തുള്ള ഓർമ്മയില്ല. എങ്ങനെ വിൻഡ് എങ്ങനെ ഫോം ചെയ്യുന്നത്? വിൻഡ് ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് സോളാർ എനർജി വേണം അല്ലെ? സണ്ണിൽ നിന്നുള്ള ഹീറ്റ് എനർജി വേണം. ഹീറ്റിനനുസരിച്ച് മാത്രമേ വിൻഡ് ഫോം ചെയ്യുള്ളൂ. എങ്ങനെയാണ് വിൻഡ് ഫോം ചെയ്യുന്നത്? സണ്ണിൽ നിന്ന് ഹീറ്റ് എനർജി നമ്മൾ എർത്ത് അറ്റ്മോസ്ഫിയറിലേക്ക് ടച്ച് ചെയ്യും. എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെയുള്ള പാർട്ടിക്കിൾസ് ഡെൻസിറ്റി കുറഞ്ഞ ഹീറ്റ് എനർജി എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ ഇവിടെയുള്ള എയർ പാർട്ടിക്കിൾസ് ഹീറ്റ് എനർജി കൂടുമ്പോഴും മുകളിലേക്ക് റൈസ് ചെയ്ത് പോകുമ്പോൾ താഴെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. ഇൻ ദ സെയിം വേ വെൻ മൂവിങ് അപ്വാർഡ് അറ്റ്മോസ്ഫിയറിൽ നിന്നും എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ നിന്നും ഹീറ്റ് എനർജി കൂടുമ്പോൾ എയർ പാർട്ടിക്കിൾസ് മുകളിലേക്ക് റേസ് ചെയ്യും. അപ്വാർഡ് ഡയറക്ഷനിലേക്ക് റേസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാല് നമ്മുടെ ഈ എർത്തിൽ തന്നെ രണ്ട് റീജിയൻ ഉണ്ട്. പോളാർ റീജിയൻ ഉണ്ടും ഇക്വറ്റോറിയൽ റീജിയൻ ഉണ്ട്. പോളാർ റീജിയൻ എന്ന് പറഞ്ഞാല് നല്ല കൂൾ എയർ ഉള്ള സൂര്യന്റെ ഹീറ്റ് എനർജി ഡയറക്റ്റ് ആയിട്ട് കിട്ടാത്ത റീജിയൻസ് ഉണ്ടാവും. അതാണ് പോളാർ റീജിയൻ. ഇക്വറ്റോറിയൽ റീജിയൻ എന്ന് പറഞ്ഞാൽ സണ്ണിന്റെ ഹീറ്റ് എനർജി ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന റീജിയൻ ആണ് ഇക്വറ്റോറിയൽ റീജിയൻ. അപ്പൊ ഇക്വറ്റോറിയൽ റീജിയനിൽ നിന്ന് ഹീറ്റ് എനർജി കൂടുതൽ കിട്ടുമ്പോൾ അത് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. എയർ പാർട്ടിക്കിൾസ് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. ഇൻ ദ സെയിം വേ പോളാർ റീജിയനിൽ എന്താ സംഭവിക്കുക? അവിടെ കൂൾ എയർ ഉണ്ടാവാം. അവിടെയുള്ള കൂൾ എയർ ഇവിടെയുള്ള ഇപ്പം അപ്വേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തുമ്പോൾ അവിടെ ഒരു വാക്വം സ്പേസ് വന്നല്ലോ. ആ വാക്വം സ്പേസിലേക്ക് ഈ എയർ പാർട്ടിക്കിൾസ് പോളാർ റീജിയനിലുള്ള കൂൾ ആയിട്ടുള്ള എയർ പാർട്ടിക്കിൾസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ആ മൂവ് ചെയ്യുമ്പോഴാണ് വിൻഡ് അവിടെ ഫോം ചെയ്യുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? എർത്തിൽ നിന്നുള്ള ഹീറ്റ് എനർജി കൂടുമ്പോൾ ഇക്വറ്റോറിയൽ റീജിയനിൽ നിന്ന് എയർ പാർട്ടിക്കിൾസ് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു വാക്വം സ്പേസ് വരും. വാക്വം സ്പേസ് വരുമ്പോൾ പോളാർ റീജിയൻ എന്ന് പറയുന്ന റീജിയനിലുള്ള കൂളായിട്ടുള്ള പാർട്ടിക്കിൾസ് ഈ വാക്വം സ്പേസിലേക്ക് മൂവ് ചെയ്യും. അപ്പൊ അവിടെ ആ എയർ മൂവ് ചെയ്യുമ്പോഴാണ് അവിടെ വിൻഡ് ഫോം ചെയ്യുന്നത്. വിൻഡ് എനർജി ഫോം ചെയ്യണമെങ്കിൽ നമ്മളെ സൺഷൈൻസ് നിർബന്ധമാണ്. As long as the sun shines, there will be wind. Wind are caused by uneven heating of the atmosphere by the sun, the irregularities of the earth's surface, the rotation of the earth. ഇതൊക്കെ വിൻഡ് ഉണ്ടാവാനുള്ള കാരണങ്ങളാണ്. ഇതൊക്കെയാണ് uneven heating of the atmosphere by the sun, the irregularities of the earth's surface and the rotation of the earth. Wind flows pattern are modified by the earth's terrain, bodies of water and vegetative cover. This wind flow or motion energy when harvested by modern wind turbines can be used to generate electricity. അപ്പൊ ഇങ്ങനെയുള്ള കൂടുതലായിട്ട് വിൻഡ് ഫോം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഈ വിൻഡ് യൂസ് ചെയ്തിട്ട് വിൻഡ് ടർബൈൻസ് ക്രിയേറ്റ് ചെയ്യും. വിൻഡ് ടർബൈൻസ് നമ്മൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വിൻഡ് എനർജിയിലുള്ള കൈനറ്റിക് എനർജി യൂസ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ. വലിയ വലിയ വിൻഡ് ടർബൈൻസിൽ കൈനറ്റിക് എനർജി വിൻഡിൽ ഉണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ്. കാരണം വിൻഡ് എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്നതാണ് അല്ലെ? മൂവിങ് പാർട്ടിക്കിൾസിന് ഉണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. അപ്പൊ ഈ കൈനറ്റിക് എനർജി യൂസ് ചെയ്ത് വിൻഡ് ടർബൈൻസ് കൈനറ്റിക് എനർജി യൂസ് ചെയ്തിട്ട് മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ജനറേറ്റർ ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ പ്രോസസ്. ക്ലിയർ? Typically,
begins with the sun's radiation, which is absorbed differently on the Earth's surface. അല്ലെ, സൂര്യനിൽ നിന്നുള്ള ഹീറ്റ് എനർജി എന്ന് പറയുന്ന എർത്ത് സർഫസിൽ ഓരോ സർഫസിലും ഓരോ ടൈപ്പിലാണ് എനർജി. എല്ലാ പ്ലേസിലും ഹീറ്റ് എനർജി കൺസിസ്റ്റന്റ് ആയിട്ടല്ല നമുക്ക് ഉണ്ടാവുന്നത് അല്ലെ. കൂടുതൽ എനർജി ഉണ്ടാകുമ്പോഴാണ് വിൻഡ് അവിടെ കൂടുതൽ ഫോം ചെയ്യുന്നത്. Okay, the Earth's surface is heated differently because of scenarios like cloud cover, mountains, valleys, water bodies, vegetation, and desert lands. ഓരോ ഓരോ പ്ലേസിലും എർത്തിന്റെ ഓരോരോ അറ്റ്മോസ്ഫിയറിലും ഓരോരോ പ്ലേസിലും നമ്മൾ വിൻഡിന്റെ ഫോം ചെയ്യുന്നത് ഓരോ ലെവലിലാണ്. അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഓരോ പ്ലേസിലും ഓരോ ലെവലിലാണ് ഉണ്ടാവുക അല്ലെ. മൗണ്ടെയ്ൻസിൽ, വാലീസിൽ, വാട്ടർ ബോഡീസ്, ഇതിലൊക്കെ വിൻഡിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഡിഫറെന്റ് സ്പീഡിലാണ് വിൻഡ് ഫോം ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? ഓരോ സ്ഥലത്തും നമുക്ക് കിട്ടുന്ന സൂര്യനിൽ നിന്ന് കിട്ടുന്ന സോളാർ എനർജി ഡിഫറെന്റ് ആയി, ഹീറ്റ് എനർജി ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ വിൻഡിന്റെ സ്പീഡും വിൻഡിന്റെ ടൈപ്പും ഡിഫറെന്റ് ആയിരിക്കും. As a result of this uneven heating, there are bound to be earth surfaces that vary a lot in temperature. Air on surface with higher temperature will then begin to rise because it is lighter. As the air rises, it creates low atmospheric pressure. ഞാൻ പറഞ്ഞല്ലോ, എയർ മുകളിലേക്ക്, ഈ ഹീറ്റ് എനർജി കാരണം എയർ മുകളിലേക്ക് പോകുമ്പോൾ താഴെ പ്രഷർ കുറയുകയാണ് ചെയ്യുന്നത് അല്ലെ. എയർ ഓൺ സർഫസ് വിത്ത് കൂളർ ടെമ്പറേച്ചർ സിങ്ക് എന്ന് വെച്ചാൽ കൂളർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ പോളർ റീജിയനിലൊക്കെ കൂളർ എയർ ഉണ്ടാവും. അപ്പൊ ഇവിടെ ഒരു വേക്കൻറ്റ് സ്പേസ് വരുമ്പോൾ ഇവിടെ പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുക ചെയ്തത്, മുകളിലേക്ക് റേസ് ചെയ്ത് പോയി. ഇവിടെയുള്ള എയർ ഒക്കെ മുകളിലേക്ക് റേസ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ പ്രഷർ കുറഞ്ഞപ്പോൾ എന്തായി, പോളാർ റീജിയനിലുള്ള കൂൾ എയർ എന്ന് പറയുന്നത് ഇവിടത്തേക്ക് സിങ്ക് ചെയ്യും. ഓക്കെ, the sinking creates higher atmospheric pressure. This behavior of warm gases or liquids moving upward and being replaced by cooler particles is called convection. ഇങ്ങനെ ഈ കൂളർ പാർട്ടിക്കിൾസ് ഈ വേക്കൻറ്റ് സ്പേസിലേക്ക് വന്ന് ഓക്യുപ്പൈ ചെയ്യും. ഇങ്ങനെ കൂളർ പാർട്ടിക്കിൾസ് വന്ന് ഓക്യുപ്പൈ ചെയ്യുന്ന ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ്, ഈ ബിഹേവിയറിന് പറയുന്ന പേരാണ് കൺവെൻഷൻ. ഓക്കെ, ഈ കൺവെക്ഷനിലേക്ക് കൂടിയാണ് നമ്മൾ വിൻഡ് എനർജി ഉപയോഗിച്ചിട്ട് കറണ്ട് ഫോം ചെയ്യുന്നത്. ദ എനർജി മൂവിങ് ഡ്യൂറിങ് കൺവെക്ഷൻ ഇസ് കോൾഡ് കൺവെക്ഷണൽ കറണ്ട്. ക്ലിയർ? ഈ കൺവെക്ഷൻ പ്രോസസ്സിലേക്ക് കൂടിയാണ് വിൻഡ് ഫോം ചെയ്യുന്നത്. കൂളർ പാർട്ടിക്കിൾസ് വേക്കൻറ്റ് സ്പേസിലേക്ക്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറഞ്ഞ സ്പേസിലേക്ക്, വേക്കൻ്റ് ആയ സ്പേസിലേക്ക് വന്ന് ഓക്യുപ്പൈ ചെയ്യും. അപ്പോഴാണ് അവിടെ വിൻഡ് ഫോം ചെയ്യുന്നത്. ഈ ഓക്യുപ്പൈ ചെയ്യുന്ന ബിഹേവിയറിനാണ് പറയുന്നത് കൺവെക്ഷൻ. ഈ കൺവെക്ഷൻ പ്രോസസ്സിൽ കൂടി ഒരു കറണ്ട് ഫോം ചെയ്യും വിൻഡ് എനർജി യൂസ് ചെയ്തിട്ട്. അതിനാണ് പറയുന്നത് കൺവെക്ഷൻ കറണ്ട്. ക്ലിയർ? വിൻഡ് എനർജി, വിൻഡ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, വാം എയറിൽ വാം പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, മൂവിങ് അപ്വേർഡ് ആയിരിക്കും. അപ്പൊ അവിടെ ഒരു ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ഇൻ ദി സെയിം വേ പോളാർ റീജിയനിലൊക്കെ എന്താ സംഭവിക്കുക, കൂൾ എയർ എന്ത് ചെയ്യും, അവിടെ ഹൈ പ്രഷർ കാരണം അതെന്ത് ചെയ്യും, വിൻഡായിട്ട് ഇവിടുത്തെ വാക്വം സ്പേസിലേക്ക് മൂവ് ചെയ്യും. അപ്പോഴാണ് അവിടെ ഒരു വിൻഡ് ഫോം ചെയ്യുന്നത്. ഓക്കെ, വിൻഡ് ഫോം ചെയ്യുന്ന ഒരു ഡയഗ്രാണ്. Then wind in action. When wind strikes on objects, it exerts a force in an atom to move it out of the way. Some of the wind's energy is transferred to the object, in this case windmill causing to move. ഇത് വിൻഡ്മില്ലിന്റെ പ്രോസസ്സാണ്. വിൻഡ്മില്ല് യൂസ് ചെയ്യുന്നത് വിൻഡ്മിൽ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വിൻഡിലുള്ള കൈനറ്റിക് എനർജി യൂസ് ചെയ്തിട്ട് അത് മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അല്ലെ, നമ്മളിപ്പോ ഫാന് കറങ്ങുന്നത് എങ്ങനെയാണ്? ഫാൻ കറങ്ങുന്നതിന്റെ പ്രൊസീജിയർ എന്താണ്? ഏത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? അത് എനർജി കൺവേർഷൻ എങ്ങനെയാണ് ഫാനില്? ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇവിടെ അതേപോലെ തന്നെ ഇവിടെ വിൻഡ് ഉപയോഗിച്ചിട്ട് വിൻഡ് ടർബൈൻസിൽ, വിൻഡ് മില്ലിലൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? വിൻഡിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾസിന് ഉണ്ടാവുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി അല്ലെ. അപ്പൊ വിൻഡ് എന്ന് പറയുന്ന മൂവിങ് പാർട്ടിക്കിൾ ആണ്. എയർ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുമ്പോൾ വിൻഡ് ഫോം ചെയ്യുന്നത്. അപ്പൊ വിൻഡിന്റെ കൈനറ്റിക് എനർജി ഈ വിൻഡ് ടർബൈൻസും വിൻഡ് മില്ലൊക്കെ അബ്സോർബ് ചെയ്യും. അപ്പൊ ആ കൈനറ്റിക് എനർജി അബ്സോർബ് ചെയ്തിട്ട് മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം അത് നമ്മളൊരു ജനറേറ്റർ ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ക്ലിയർ? ക്ലിയർ.
പിന്നെ ഹിസ്റ്ററി ഓഫ് വിൻഡ് യൂസേജ് ആണ്. വൺ ഓഫ് ദി ഏർലിയസ്റ്റ് energy resource recorded in history, first to power boats and grind grain, later to pump water, press oil, sew lumber and make paper. ഈ പ്രോസസ്സിലൊക്കെ നമ്മൾ ഈ വിൻഡ് യൂസ് ചെയ്തിട്ട് വിൻഡ് ടർബൈൻസും വിൻഡ് മില്ലിന്റെ ഒക്കെ ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. വിൻഡ് യൂസ് ചെയ്തിട്ടുള്ള പ്രോസസ്സ്, വിൻഡ് എനർജി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തിലൊക്കെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഫസ്റ്റ് ഏൻഷ്യൻ ടൈംസ് മുതലേ പവർ ബോട്ട്സ്, ഗ്രൈൻഡ് ഗ്രെയിൻ, പമ്പ് വാട്ടർ ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പേപ്പർ മേക്കിംഗ് ഇതിലൊക്കെ നമുക്ക് വിൻഡ് എനർജി യൂസ് ചെയ്യുന്നത്. വിൻഡിൽ നിന്നും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഹിസ്റ്ററിയാണ്. ആൻഷ്യൻ ചൈനീസ് യൂസ്ഡ് വെർട്ടിക്കൽ ആക്സിസ് വിൻഡ്മിൽ ടു ഗ്രൈൻഡ് ഗ്രെയിൻ ആൻഡ് പമ്പ് വാട്ടർ. Windmills were introduced to Europe by Crusaders around 1300 AD. Windmills used it for pumping water. Then how do you convert wind to electricity? Wind turbines convert the kinetic energy in the wind to mechanical power. അല്ലെ, ഞാൻ പറഞ്ഞു വിൻഡ് എനർജി നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഫിഗർ കാണുന്നില്ലേ? അതിൽ കാണുന്നുണ്ടോ? വിൻഡ് ടർബൈൻ കാണുന്നുണ്ട്. വിൻഡ് ടർബൈൻ ഒരു ഫാനിന്റെ മോഡലിൽ ഉണ്ടാവുക. അപ്പൊ ഈ ഫാനിന്റെ മോഡലിൽ ഇതെന്ത് ചെയ്യും, വിൻഡ് കൂടുതൽ വിൻഡ് ഉള്ള പ്ലേസിലാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ വിൻഡ് എനർജി ഇത് അബ്സോർബ് ചെയ്യും. വിൻഡ് എനർജി അബ്സോർബ് ചെയ്താണ് ഈ വിൻഡിലെ കൈനറ്റിക് എനർജി യൂസ് ചെയ്തിട്ട് മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു ഡിവൈസ്, ജനറേറ്ററോ എന്തെങ്കിലും ഡിവൈസ് ഉപയോഗിച്ച് അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഭയങ്കര ഫ്രീ കോസ്റ്റ് ആണ് അല്ലെ ഈ ടർബൈൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാർജ് മാത്രമേ അത്രയും എക്സ്പെൻസീവ് ഉള്ളൂ. ബാക്കിയെല്ലാം ഫ്രീ കോസ്റ്റ് ആണ്. പിന്നീട് അതിന് കോസ്റ്റ് ഇല്ല, കോസ്റ്റ് ഫ്രീ ആണ് ഇതിൽ വിൻഡിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Okay, this mechanical power can be used for specific tasks such as grinding grain or pumping water, or a generator can convert this mechanical power into electricity. Clear? A wind turbine works the opposite of a fan. പറഞ്ഞല്ലോ, ഫാനിന്റെ നേരെ ഓപ്പോസിറ്റ് പ്രോസസ് ആണ് വിൻഡ് ടർബൈനിൽ. ഫാനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നമ്മൾ ഈ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിസിറ്റിയിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ഇലക്ട്രിസിറ്റി ടു മേക്ക് വിൻഡ് ലൈക്ക് എ ഫാൻ, വിൻഡ് ടർബൈൻസ് യൂസ് വിൻഡ് ടു മേക്ക് ഇലക്ട്രിസിറ്റി. വിൻഡ് ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു. ഓക്കെ, the energy in the wind turns 2 or 3 propeller like blades around a rotor. The rotor is connected to the main shaft which spins the generator to create electricity. Wind turbines are mounted on a tower to capture the most energy at 100 feet or more above ground. They can take advantage of faster and less turbulent wind. വിൻഡ് ടർബൈൻ കോമ്പണൻസ് ആണ്. വിൻഡ് ടർബൈൻ ഇവിടെ ഉണ്ട് കേട്ടോ. ആദ്യം നമുക്ക് അതിന്റെ കോമ്പണൻസ് പറയാം. ഇതിൽ മാർക്ക് ചെയ്തിട്ട് തന്നെ ഉണ്ട്, 1 2 3 എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കോമ്പണൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യാം. ഹൊറിസോണ്ടൽ ടർബൈൻ കോമ്പണൻസ് ആണ് പറയുന്നത്. ബ്ലേഡ് ഓർ റോട്ടോർ, അതിന് ബ്ലേഡ് അല്ലെങ്കിൽ റോട്ടോർ എന്ന് പറയും. വിച്ച് കൺവേർട്സ് ദ എനർജി ഇൻ ടു ദ വിൻഡ് ടു റൊട്ടേഷണൽ ഷാഫ്റ്റ് എനർജി. A drive train, usually including a gearbox and a generator. A tower that supports the rotor and drive train. And turbine configurations. With turbine are often grouped together to the single wind power plant, also known as wind farm, and generate bulk electrical power. Electricity from these turbines is fed into utility and distributed to customers with conventional power plants. അപ്പോൾ വിൻഡ് ടർബൈൻസിന്റെ പാർട്സ് ആണ് ജനറേറ്റർ, ടവർ, ബ്ലേഡ്, റോട്ടോർ, പിച്ച്. ഇതൊക്കെയാണ് ഒരു വിൻഡ് ടർബൈൻസിന്റെ പാർട്സ് ഉള്ളത്. ക്ലിയർ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ടു എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവുന്നതായിരിക്കുന്നു അല്ലെ? ക്ലിയർ അല്ലേ? ആ പോയിന്റിലാണ് റോട്ടോർ. ദ റോട്ടോർ പ്രൊവൈഡ്സ് ദി ബ്ലേഡ്സ് ടു റോട്ടേറ്റ്. നിങ്ങൾ സൂം ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. Rotor provides the blades to rotate. ഇനി 4 എന്ന് പറയുന്നത്
എല്ലാ പാർട്സും കൊടുത്തിട്ടുണ്ട്. ദിസ് ഇസ് ദ ബ്രേക്ക്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ ബ്രേക്ക് in a wind turbine. If something is went wrong or it is going too fast, then it will break and stop the wind turbine. ഓക്കെ, ഒരു ബ്രേക്കർ ഉണ്ടാവും, ഇതിനൊരു റോട്ടോർ ഉണ്ടാവും, ജനറേറ്റർ ഉണ്ടാവും, ദെൻ ടവർ ഉണ്ട്, ബ്ലേഡ്സ്, പിച്ച്. ഇത്രയും മെയിൻ കമ്പോണൻസ് ആണ് ഒരു വിൻഡ് ടർബൈൻ ഉണ്ടാവുക. ജനറേറ്റർ, ടവർ, ബ്ലേഡ്സ്, റോട്ടോർ ആൻഡ് പിച്ച്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് വിൻഡ്. വിൻഡിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തത് ഫസ്റ്റ് വൺ കാം എയർ, ദെൻ ജെന്റിൽ ബ്രീസ്, മോഡറേറ്റ് വിൻഡ്സ്, സ്ട്രോങ് വിൻഡ്സ് ആൻഡ് ഗെയിൽ വിൻഡ്സ്. എന്തൊക്കെയാണ്? കാം എയർ, ജെന്റിൽ ബ്രീസ്, മോഡറേറ്റ് വിൻഡ്സ്, സ്ട്രോങ് വിൻഡ്സ് ആൻഡ് ഗെയിൽ വിൻഡ്സ്. കാം എയർ എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള എയർ അല്ലെ, ലൈറ്റ് ആയിട്ടുള്ള വിൻഡ്, ലൈറ്റ് വിൻഡ് സ്പീഡ് 1 km/h. 1 മണിക്കൂറിൽ 1 കിലോമീറ്റർ മാത്രം ട്രാവൽ ചെയ്യുന്ന വിൻഡ്, വളരെ സ്ലോ ആയിട്ട് പോകുന്ന വിൻഡ് ചില പ്ലേസിലൊക്കെ ഉണ്ടാവും അല്ലെ. ആ ലൈറ്റ് വിൻഡിനാണ് പറയുന്നത് കാം എയർ എന്ന് പറയും. Smoke rising vertically from a chimney, not enough even to fly a feather kite. ഓക്കെ, വളരെ ഒരു ഫെദറിന്റെ ഒരു അറ്റ്മോസ്ഫിയറേ ഉണ്ടാവുള്ളൂ, അത്രയും ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ലൈറ്റ് വിൻഡിനാണ് പറയുന്നത് കാം എയർ. നെക്സ്റ്റ് ആണ് ജെന്റിൽ ബ്രീസ്. നിങ്ങൾ ബ്രീസ് കേട്ടിട്ടില്ലേ? ബ്രീസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ബ്രീസിന് എക്സാമ്പിൾസ് പറഞ്ഞേ? നന്ദിത പറഞ്ഞോളൂ. യെസ്, ലാൻഡ് ബ്രീസ് ആൻഡ് ഒന്നുകൂടെ ഉണ്ട്, ലാൻഡ് ബ്രീസ് ആൻഡ് സീ ബ്രീസ്. ഓക്കെ, ലാൻഡ് ബ്രീസും സീ ബ്രീസും. ഈ ബ്രീസിന്റെ സ്പീഡ് എന്തായിരിക്കും? 12 to 20 km/h ആയിരിക്കും. പെർ അവറിൽ 12 മുതൽ 20 കിലോമീറ്റർ വരെ ആയിരിക്കും ട്രാവൽ ചെയ്യുന്നത്. അത്രയും സ്പീഡിലായിരിക്കും ഈ വിൻഡ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് ടൈപ്പ് ആണ് ജെന്റിൽ ബ്രീസ്. ദെൻ മോഡറേറ്റ് വിൻഡ്സ്. മോഡറേറ്റ് വിൻഡ് മീൻസ് വിൻഡിന്റെ സ്പീഡ് 20 to 30 km/h, 20 to 38 km/h. It is enough to fly like a kite, okay, and keep going higher and higher. 20 to 38 km/h. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഈ ക്ലാസിഫിക്കേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ, നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കാം എയർ, ദെൻ ജെന്റിൽ ബ്രീസ്, ദെൻ മോഡറേറ്റ് വിൻഡ്സ്. 20 to 38 km/h. Then strong winds means 62 to 74 km/h. പെർ അവറിൽ 62 മുതൽ 74 കിലോമീറ്ററിൽ ട്രാവൽ ചെയ്യുന്ന, അത്രയും സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന വിൻഡിനാണ് പറയുന്നത് സ്ട്രോങ് വിൻഡ്സ് എന്ന് പറയും. It causes high waves over the seas and break off twigs and small branches of trees. അല്ലെ, സ്ട്രോങ് വിൻഡ്സ് എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും. നമ്മള് കടലിലൊക്കെ വളരെ ആക്ഷൻസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഫോം ചെയ്യുന്ന വിൻഡ്സ് ആണ് 62 to 74 km/h ട്രാവൽ ചെയ്യും. അത് പിന്നെ ഇറ്റ് കോസസ് സ്മോൾ ബ്രാഞ്ചസ് ഫ്രം ട്രീസ്, ബ്രേക്കിംഗ് ഓഫ് സ്മോൾ ബ്രാഞ്ചസ് ഫ്രം ട്രീസ്. ഇങ്ങനെ ചില മരങ്ങളൊക്കെ കൊഴിഞ്ഞു പോകുന്ന മരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, പിന്നെ കൂടുതലായിട്ട് വിൻഡുള്ള സമയത്തൊക്കെ അങ്ങനെയുള്ള ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ ഉണ്ടാവാൻ കാരണമാണ് ഈ സ്ട്രോങ് വിൻഡ്സ്. 62 to 74 km/h സ്പീഡ് കൂടുതലായിരിക്കും. അപ്പം വേവ്സ് ഒക്കെ ഇറ്റ് കോസ് ഹൈ വേവ്സ് ഓവർ ദ സീസ് ആൻഡ് ബ്രേക്ക് ഓഫ് ട്വിഗ്സ് ആൻഡ് സ്മോൾ ബ്രാഞ്ചസ് ഫ്രം ട്രീസ്. ഇതൊക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്ട്രോങ് വിൻഡ്സ് കാരണമാവുന്നുണ്ട്. ദെൻ ഗെയിൽ വിൻഡ്സ് മീൻസ് സ്പീഡ് 75 km/h ആൻഡ് മോർ. പെർ അവറിൽ 75 കിലോമീറ്ററും അതിൽ കൂടുതലാണ്. ടെറിഫിക് ആയിട്ടുള്ള വിൻഡ് ആയിരിക്കും, ഹൈ സ്പീഡ് ആയിട്ടുള്ള വിൻഡ് ആയിരിക്കും. അങ്ങനെയുള്ള വിൻഡിനാണ് പറയുന്നത് ഗെയിൽ വിൻഡ്സ് എന്ന് പറയും അല്ലെ. They cause high tidal waves and rolling seas. They can also rip off roofs of building. അല്ലെ, ബിൽഡിംഗ് ഒക്കെ തകരാൻ വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ട് ഈ ഗെയിൽ വിൻഡ്സ്. ഈ ടൈപ്സ് ഓഫ് ഗെയിൽ വിൻഡ്സ് എന്തൊക്കെയാണ് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്തൊക്കെയാണ് ഗെയിൽ വിൻഡ്സ്? ടെറിഫിക് ആയിട്ടുള്ള വിൻഡ്സ് എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞ ആര് പറയാം? അർപ്പിത്.
അർപ്പിതില്ലേ ഇവിടെ? അർപ്പിത് കേൾക്കുന്നില്ലേ? അഭിനവ് സെൽവരാജൻ പറഞ്ഞേ, എന്തൊക്കെയാ ഗെയിൽ വിൻസിന് എക്സാമ്പിൾ പറഞ്ഞേ. ഹൈ സ്പീഡ് ആയിട്ടുള്ള വിൻഡ് എന്തൊക്കെയായിരുന്നു? അഭിനവ് സെൽവരാജൻ പറഞ്ഞേ. ടെറിഫിക് ആയിട്ടുള്ള വിൻഡ് നാളെ വരുമ്പോ കണ്ടുപിടിച്ചിട്ട് കേട്ടാ അഭിനവന്. നാളെ വരുമ്പോ എത്ര ഈ അടുത്ത കാലത്തൊക്കെ എത്ര വിൻഡ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു പേപ്പറിലൊക്കെ. അതൊക്കെ 75 km/h അല്ലെ? എന്തൊക്കെയാ കുറെ നാശനഷ്ടങ്ങളും ബിൽഡിങ്സ് ഒക്കെ തകരാനൊക്കെ, വലിയ വലിയ ബിൽഡിങ്സ് ഒക്കെ തകരാനൊക്കെ കാരണമായിട്ടുണ്ടായിരുന്നു അല്ലെ? ഇതൊക്കെയാണ് ഗെയിൽ വിൻസിന് എക്സാമ്പിൾ. ടൈപ്സ് ഓഫ് വിൻഡ് അതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ലോക്കൽ വിൻഡ്. ലോക്കൽ വിൻഡിലുള്ളതാണ്. ലോക്കൽ വിൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രീസ് ആണ്. ബ്രീസിൽ ലാൻഡ് ബ്രീസും സീ ബ്രീസും അല്ലെ? പിന്നെ ഗ്ലോബൽ വിൻഡ്. ഗ്ലോബൽ വിൻഡ് എന്ന് പറയുന്നത് ഡോൾഡ്രംസ്, ട്രോപ്പിക്കൽ ഈസ്റ്ററീസ്, ഹൂസ് ലാറ്റിറ്റ്യൂഡ്സ്, പ്രിവൈലിംഗ് വെസ്റ്റ്ലീസ്, പോസ്റ്റ് ഈസ്റ്റർലൈസ്. ഇത്രയുണ്ട് ഗ്ലോബൽ വിൻഡ്സ്. ലോക്കൽ വിൻഡ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ലാൻഡ് ബ്രീസും സീ ബ്രീസും നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ. ലാൻഡ് ബ്രീസും സീ ബ്രീസും. എന്താണ് ലാൻഡ് ബ്രീസും സീ ബ്രീസും ഒന്ന് പറഞ്ഞേ, ആരാ പറയാം? നന്ദ നായർ. നന്ദ അൺമ്യൂട്ട് ചെയ്തേ. യെസ്. എന്താണ് ലാൻഡ് ബ്രീസും സീ ബ്രീസും? ഹലോ, പറഞ്ഞോളൂ. ലാൻഡ് ബ്രീസ്, സീ ബ്രീസ്. ലാൻഡ് ബ്രീസ് സീയിലേക്ക് ഇതാവുന്ന ഫ്ലോ ടുവേർഡ്സ് സീയിലേക്ക് ബ്രീസ് ഫ്ലോ ചെയ്യുന്ന. സീ ബ്രീസോ? സീ ബ്രീസ് ലാൻഡിലേക്ക്. അങ്ങനെയല്ലേ? സീയിൽ നിന്ന് ലാൻഡിലേക്ക്. അതെ, കറക്റ്റ് ആണ്. അപ്പൊ നോക്കൂ, സീ ബ്രീസ് ലാൻഡ് ബ്രീസ് ആണ്. അത് സീ ബ്രീസ് നോക്കാം. In the day when the sun is up, the land heats up very quickly and the air about it warms up a lot more than air over the water. The warm air over the land is less dense and begin to rise. Low pressure is created. The air pressure over the water is higher with cold, dense air, which moves to occupy the space created over the land. The cool air that comes along is called sea breeze or onshore breeze. Sea breeze എന്ന് പറഞ്ഞാൽ നമ്മൾ ഡേ ടൈമിൽ അല്ലെ, പകൽ സമയത്ത് നമ്മൾ കരയിൽ കൂടുതൽ ഹീറ്റ്, സണ്ണിൽ നിന്നുള്ള ഹീറ്റ് എനർജി കൂടുതൽ അബ്സോർബ് ചെയ്യുക എവിടെയാണ്? ലാൻഡാണ് അല്ലെ? സീ ലെവലിനേക്കാളും വാട്ടർ ബോഡീസിനേക്കാളും ലാൻഡിലാണ് കൂടുതൽ ഹീറ്റ് എനർജി ആക്സെപ്റ്റ് ചെയ്യാം. ഹീറ്റ് എനർജി കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് എന്താവും? ഈ പറഞ്ഞു നേരത്തെ വിൻഡ് ഫോം ചെയ്യുന്ന പറഞ്ഞില്ലേ, വിൻഡ് ഫോം ചെയ്യുന്ന പ്രൊസീജിയറിന് ഇവിടെയുള്ള എയർ പാർട്ടിക്കിൾസ് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. അപ്വേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ അപ്വേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോഴേ താഴെ എന്താവും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. പ്രഷർ കുറയുന്ന സമയത്ത് നമ്മൾ സീയിൽ, കടലിൽ എന്താ സംഭവിക്കുക? കടലിൽ കൂൾ എയർ ഉണ്ടാവുക. ആ കൂൾ എയർ ഇവിടെ വാക്വം സ്പേസിലേക്ക് ഒക്യുപ്പൈ ചെയ്യും. അപ്പൊ കടലിൽ നിന്ന് കരയിലേക്ക് വരും, ഒരു കാറ്റടിക്കും. അവിടുന്ന് കരയിൽ നിന്നുള്ള എയർ പാർട്ടിക്കിൾസ് കടലിൽ നിന്നുള്ള എയർ പാർട്ടിക്കിൾസ് കരയിലുള്ള വാക്വം സ്പേസിലേക്ക് വന്ന് ഒക്യുപ്പൈ ചെയ്യും. ഇങ്ങനെയുള്ള ബ്രീസിനാണ് പറയുന്നത് സീ ബ്രീസ്. ക്ലിയർ ആണോ? ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് നൈറ്റിൽ സംഭവിക്കുന്നത്. നൈറ്റിൽ എന്താണ് സംഭവിക്കുന്നത്? കടലിൽ നിന്ന് കരയിലേക്ക് വരുന്ന കാറ്റാണ് സീ ബ്രീസ്, കടൽക്കാറ്റ്. ഇനി കരക്കാറ്റ് എന്ന് പറയുന്നത് നൈറ്റിൽ സംഭവിക്കുന്നത് നേരെ ഓപ്പോസിറ്റ്. നൈറ്റിൽ എന്താണ്? നൈറ്റില്
കൂടുതൽ നമ്മളെ ലാൻഡൊക്കെ എന്തായിരിക്കും കൂടുതൽ പെട്ടെന്ന് കൂളാവും. അപ്പൊ കൂളാവുമ്പോഴെന്തായി കരയിൽ നിന്ന് കടലിലേക്ക് കാറ്റ് പോകും. ഈ കാറ്റിനാണ് പറയുന്നത് ലാൻഡ് ബ്രീസ്. ഡേ ടൈമില് കടലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സീസിൽ നിന്ന് ലാൻഡിലേക്ക് വരുന്ന കാറ്റാണ് സീ ബ്രീസ്. ഇനി നൈറ്റ് ടൈമില് കരയിൽ നിന്ന് സീസിലേക്ക് പോകുന്ന കാറ്റിനാണ് പറയുന്നത് കരക്കാറ്റ്, ലാൻഡ് ബ്രീസ്. ഓക്കെ, നൈറ്റ് ടൈമിലാണ് ലാൻഡ് ബ്രീസ് ഉണ്ടാവുന്നത്, ഡേ ടൈമിലായിരിക്കും സീ ബ്രീസ്. ഡേ ടൈമിൽ സീസിൽ നിന്ന് ലാൻഡിലേക്ക് വരുന്ന കാറ്റിന് പറയും സീ ബ്രീസ് എന്നും, നൈറ്റ് ടൈമിൽ ലാൻഡിൽ നിന്ന് സീയിലേക്ക് പോകുന്ന കാറ്റിനാണ് ലാൻഡ് ബ്രീസ് എന്നും പറയുന്നത്. ഇപ്പൊ ലാൻഡ് ബ്രീസ് ആണ് ഓഫ് ഷോർ ബ്രീസ് എന്നും പറയും. അതുപോലെ സീ ബ്രീസിന് ഓൺഷോർ ബ്രീസ്. സീ ബ്രീസിന് എന്തുകൊണ്ടാണ് ഓൺഷോർ ബ്രീസ് എന്ന് പറയുന്നത്? സീ ബ്രീസ് എന്ന് പറയുന്നത് കടലിൽ നിന്ന് കരയിലേക്ക് ഓൺഷോറിലേക്ക് വരുന്ന ബ്രീസ് ആയതുകൊണ്ട് ഓൺഷോർ ബ്രീസ്. ഇവിടെ ലാൻഡ് ബ്രീസ് എന്ന് പറഞ്ഞാൽ ലാൻഡിൽ നിന്ന് കടലിലേക്കാണ് പോകുന്നത്, ലാൻഡിൽ നിന്ന് ഓഫ് ഷോറിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഓഫ് ഷോർ ബ്രീസ് എന്ന് പറയുന്നത്. Then how wind energy is generated. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളിത് നോട്ട് ചെയ്ത് വെക്കണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. The wind energy or wind power describes the process by which wind is used to generate mechanical power or electricity. Wind turbines convert the kinetic energy into mechanical power. This mechanical power can be used to specific tasks, or a generator can convert this mechanical power into electricity to power homes, business, schools and like. ഓക്കെ, ഇത് വിൻഡ് എനർജി ഫോം ചെയ്യുന്ന പ്രോസസ്സാണ്. വിൻഡ് എനർജി ഫോം ചെയ്യുന്ന വിൻഡിലുള്ള കൈനറ്റിക് എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ കൺവേർട്ട് ചെയ്ത മെക്കാനിക്കൽ എനർജി നമ്മൾ ജനറേറ്റർ ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ക്ലിയർ? ദെൻ ഇത് വിൻഡ് പവറിന്റെ ഹിസ്റ്ററിയാണ് കേട്ടോ. വിൻഡ് പവർ എങ്ങനെയാണ് ഉണ്ടായത്? ഇത് പ്രൊഫസർ ജെയിംസ് ബ്ലിത്ത്, നിങ്ങളൊന്ന് ജസ്റ്റ് റീഡ് ചെയ്താൽ. പ്രൊഫസർ ജെയിംസ് ബ്ലിത്ത് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് വിൻഡ് മില്ല് പ്രൊഡ്യൂസ് ചെയ്തു. വിൻഡ് മില്ല് അവിടുന്ന് അദ്ദേഹത്തിന്റെ ഹോളിഡേ കോട്ടേജിലേക്ക് വിൻഡ് ടർബൈൻസ് ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. വിൻഡ് ടർബൈൻസ് ഇലക്ട്രിസിറ്റി ഈ ഹോളിഡേ കോട്ടേജിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് ഏൻഷ്യൻ ടൈംസിൽ വിൻഡ് പവർ യൂസ് ചെയ്തതിന്റെ ഹിസ്റ്ററിയാണ് പറയുന്നത്. ദെൻ ഒരു വിൻഡ് മില്ലിന്റെ ഒരു ഫിഗറാണ്. 1888 വിൻഡ് മിൽ ആദ്യമായിട്ട് യൂസ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ നിങ്ങൾ ഈ കാണുന്നില്ല, ഇതിപ്പോ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് ഉണ്ടായിരുന്നത്. പഴയ കാലത്തൊക്കെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലായിരുന്നു വിൻഡ് മില്ല്, വിൻഡ് ടർബൈൻസ് ഒക്കെ ഉള്ളത്. പിന്നീടാണ് വെർട്ടിക്കൽ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തത്. ഇപ്പോഴും ഹൊറിസോണ്ടലും വെർട്ടിക്കലും രണ്ട് ഡയറക്ഷനിലും യൂസ് ചെയ്യുന്നുണ്ട്. ഏൻഷ്യൻ ടൈംസിൽ യൂസ് ചെയ്തതൊക്കെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള വിൻഡ് മില്ലും വിൻഡ് ടർബൈൻസ് ഒക്കെ ആയിരുന്നു. ഇനി അടുത്തത് ഓഫ് ഷോർ ആൻഡ് ഓൺ ഷോർ വിൻഡ് ടർബൈൻസ്. ഓഫ് ഷോർ, അതിനു മുന്നേ ഇത് ഓൺഷോർ വിൻഡ് ടർബൈൻസിന്റെ ചിത്രമാണ്. ഇത് വെർട്ടിക്കൽ വിൻഡ് ടർബൈൻസ് ആണ്. ഓൺഷോർ വിൻഡ് പവർ. Wind farms consist of many individual wind turbines which are connected to the electric power transmission network. Onshore wind is inexpensive source of electricity, competitive with or in many places cheaper than coal or gas plants. ഈ വിൻഡ് നമ്മൾ യൂസ് ചെയ്യുന്ന, ഞാൻ പറഞ്ഞല്ലോ, കോസ്റ്റ് ഫ്രീ ആണ് അല്ലെ. വിൻഡ് നമുക്ക് കിട്ടുന്നതിന് അതിന് പ്രത്യേകിച്ച് നമ്മൾ എക്സ്പെൻസീവ് ഒന്നും വേണ്ട, നമ്മൾ പൈസ ചിലവാക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല വിൻഡിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഫോം ചെയ്യാൻ. ഈ ടർബൈൻസിന്റെ ആ ഒരു ഇതേ ഉള്ളൂ. ടർബൈൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ആവുന്നതുകൊണ്ട് തന്നെ വളരെ ചീപ്പറല്ല. കോള്, ഗ്യാസ് പ്ലാന്റ്സ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചീപ്പറായിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെയിൻ സോഴ്സ് ആണ് വിൻഡ് ടർബൈൻസും വിൻഡ് മിൽസ് ഒക്കെ. പിന്നെ ഓൺഷോറിലും ഓഫ് ഷോറിലും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ആണ്. ഓൺഷോറിലെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, എ റെഗുലർ ഓൺഷോർ ടർബൈൻസ് ലാസ്റ്റ് ഫോർ അറൌണ്ട് 20 years. Normally it take about 2 to 3 months before the wind turbine has paid itself back. This also includes the energy which were used to produce, install, maintain and remove the wind turbine. Cheaper foundation, cheaper integration with electrical grid network. ഇതിന് 20 years ലോങ് ലാസ്റ്റിംഗ് ആണ്. 20 years കപ്പാസിറ്റി ഉണ്ടാവും. മാത്രമല്ല ഇത് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പറാണ് പറഞ്ഞു, കോസ്റ്റ് ഫ്രീ ആയിരിക്കും. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, വിൻഡ് ടർബൈൻസ് ആർ നോയ്സ് പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഈച്ച് വൺ ക്യാൻ ജനറേറ്റ് ദ സെയിം ലെവൽ ഓഫ് നോയ്സ് ആസ്
as a family car traveling 70 mph. Some people think that the large towers of wind turbines destroy the view of landscape. നോയ്സ് പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഓൺഷോർ ടർബൈൻസിന്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ദെൻ അടുത്തത് എന്ന് പറയുന്നത് ഹോറിസോണ്ടൽ ആക്സിസ് വിൻഡ് ടർബൈൻസ്. ഞാൻ പറഞ്ഞല്ലോ ഹോറിസോണ്ടൽ ആക്സിസ് ഇതാവും, ഹോറിസോണ്ടൽ ഉണ്ടാവും, വെർട്ടിക്കൽ ആക്സിസ് ഉണ്ടാവും. വെർട്ടിക്കൽ ഉണ്ട്, ഹോറിസോണ്ടൽ ഉണ്ട്, രണ്ട് ടൈപ്പ് ഉണ്ട് wind turbines. Horizontal axis wind turbines. Horizontal axis wind turbines have the main rotor shaft and electrical generator at the top of a tower and must be pointed into wind. Small turbines are pointed by a simple wind vane, while large turbines generally use a wind sensor coupled with a servo motor. Most have a gearbox which turns the slow rotation of the blades into quicker rotation, thus more suitable to drive an electrical generator. Since a tower produces turbulence behind it, the turbine is usually positioned upwind of its supporting tower. Turbine's blades are made stiff to prevent the blades from being pushed into tower by high winds. Additionally, the blades are placed considerable distance in front of the tower and are sometimes tilted forward into the wind a small amount. ഹോറിസോണ്ടൽ ആക്സിസ് വിൻഡ് ടർബൈൻസ് എന്ന് പറയുന്നത് ഹോറിസോണ്ടൽ ആക്സിസിലായിരിക്കും അത് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അതിന്റെ പ്രോസസ്സാണ് വിൻഡ് ഫോം ചെയ്യുന്നതിനും എനർജി ഫോം ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡിസ്ക്രൈബ് ചെയ്തത്. ഇത് ഒരു ഫിഗറാണ്. നിങ്ങൾ കാണുന്നുണ്ടാവും റോട്ടോ ബ്ലേഡ്, ഗിയർ ബോക്സ്, ജനറേറ്റർ, അത് ഇന്നർ കോമ്പണൻസ് ആണ് കേട്ടോ. ഒരു വിൻഡ് ടർബൈൻസിന്റെ ഹൊറിസോണ്ടലിന്റെയും വെർട്ടിക്കലിന്റെയും ഇന്നർ കോമ്പണൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. റോട്ടോർ ബ്ലേഡ്, ഗിയർ ബോക്സ്, ജനറേറ്റർ, റോട്ടോ ഡയമീറ്റർ, ഫിക്സഡ് പിച്ച്, റോട്ടോ ബ്ലേഡ്, ഇതൊക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്തത്. ഞാൻ ജസ്റ്റ് ഫിഗർ നോക്കി. പിന്നെ ടവർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ വെർട്ടിക്കൽ ആക്സിസ് വിൻഡ് ടർബൈൻസിലെ വെർട്ടിക്കൽ ആക്സിസ് വിൻഡ് ടർബൈൻസ് ഹാവ് ദ മെയിൻ റോട്ടോ ഷാഫ്റ്റ് അറേഞ്ച് വെർട്ടിക്കലി. നിങ്ങൾ ഫിഗർ നോക്കിയാൽ മതി കേട്ടോ. Vertically. One advantages of this arrangement that the turbines does not need to be pointed into wind to be effective. It is advantageous on a site where the wind direction is highly variable. This is also an advantageous when the turbine is integrated into a building because it is inherently less traceable. Also, the generator and the gearbox can be placed near the ground using direct drive from the rotor assembly to the ground-based gearbox, improving accessibility for maintenance. ഇനി രണ്ട് ടൈപ്സ് വെർട്ടിക്കൽ ആക്സിസ് വിൻഡ് ടർബൈൻസ് ഉണ്ട്. ഡേറിയസ് വിൻഡ് ടർബൈൻസും സാവോണിയസ് വിൻഡ് ടർബൈൻസും. വെർട്ടിക്കൽ ആക്സിസ് വിൻഡ് ടർബൈൻസിൽ തന്നെ രണ്ട് ടൈപ്സ് വിൻഡ് ടർബൈൻസ് ഉണ്ട്. ഡേറിയസ് വിൻഡ് ടർബൈൻ ആൻഡ് സാവോണിയസ് വിൻഡ് ടർബൈൻസ്. ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിന്റെ ഫിഗറാണ് വെർട്ടിക്കൽ വിൻഡ് ടർബൈൻസിന്റെ. ഈ വിൻഡ് ടർബൈൻസിന്റെ അഡ്വാൻറ്റേജസ് ആണ്. റിന്യൂവബിൾ നോൺ പൊല്യൂട്ടിങ് റിസോഴ്സ് അല്ലെ. റിന്യൂവബിൾ ആണ്, നോൺ പൊല്യൂട്ടിങ് ആണ്. ഇതിൽ പൊല്യൂഷൻസ് ഉണ്ട്, നോയിസ് പൊല്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. വിൻഡ് ടർബൈൻസിൽ ഒരു എമൗണ്ട് വരെ നോയിസ് പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിലും റിന്യൂവബിൾ ആണ്, നോൺ പൊല്യൂട്ടൻ. നമ്മൾ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ വേറെ ഗ്യാസ് എമിഷൻസോ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിഷൻസ് ഒന്നും നടക്കുന്നില്ല ഈ വിൻഡ് ടർബൈൻസ്. അതുകൊണ്ട് തന്നെ നോൺ പൊല്യൂട്ടിങ്ങും റിന്യൂവബിൾ റിസോഴ്സും ആണ്. ദെൻ കോസ്റ്റ് ഇഷ്യൂ ഇല്ല അല്ലെ, പറഞ്ഞു കോസ്റ്റ് ഫ്രീ ആണ്. കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടൊന്നും നടക്കുന്നില്ല. കോസ്റ്റ് ഫ്രീ ആയിട്ടുള്ള എനർജി, ഇലക്ട്രിക്കൽ എനർജി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് വിൻഡ് ടർബൈൻസ് ഒക്കെ. Then environmental concerns. Although wind power plants have relatively little impact on the environment compared to fossil fuel power plants, there is some concern of the noise produced by the rotor blades. അല്ലെ പറഞ്ഞു. അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് നമുക്ക് പറയാനുള്ളത് ചെറിയ തരത്തിൽ ഒരു നോയിസ് പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഈ വിൻഡ് ടർബൈൻസ് എന്നുള്ള ഡിസഡ്വാൻറ്റേജ് ആണ് നോയിസ് പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. Depending on how energy a wind site is,
The wind farm may or may not be cost competitive. Wind energy cannot be stored. Good wind sites are often located in remote locations. Wind resources development may compete with other uses for the land, and those alternative use may be more highly valued than electricity generation. Sometimes birds have been killed by flying into the rotors. ഇതൊക്കെ ചെറിയ ഡിസഡ്വാൻറ്റേജസ് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. സംടൈംസ് ബേർഡ്സ് ഹാവ് ബീൻ കിൽഡ് ബൈ ഫ്ലൈയിങ് ഇൻ ടു ദ റോട്ടോസ് അല്ലെ, അങ്ങനെ ചിലപ്പോൾ ആക്സിഡന്റ് സംഭവിക്കാം. പിന്നെ ഡിപ്പെൻഡിങ് ഓൺ ഹൗ എനർജറ്റിക് എ വിൻഡ് സൈറ്റ് ഇസ്, ദ വിൻഡ് ഫാം മേ ഓർ മേ നോട്ട് കോസ്റ്റ് കോമ്പറ്റേറ്റീവ്. കാരണം വിൻഡ് എനർജി ഫോം ചെയ്യുന്നതിനനുസരിച്ച്, കാരണം സോളാർ എനർജി എങ്ങനെയാണ് വരുന്നത്, സോളാർ എനർജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമേ വിൻഡ് ഫോം ചെയ്യുള്ളൂ. സോളാർ എനർജി ഹീറ്റ് എനർജി കൂടുതലുള്ള സ്ഥലത്താണ് വിൻഡ് എനർജി കൂടുതലുണ്ട്. അപ്പം ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചില ഏരിയയിൽ വിൻഡ് എനർജി, വിൻഡ് കുറയുമ്പോൾ നമുക്ക് അവിടുന്ന് ഇലക്ട്രിസിറ്റി നമ്മളെ ആവശ്യത്തിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് കരുതാം. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പറഞ്ഞല്ലോ, നോ പൊല്യൂഷൻ, ലോവസ്റ്റ് പ്രൈസ്, റിന്യൂവബിൾ റിസോഴ്സ്, ഡോണ്ട് പ്രൊഡ്യൂസ് അറ്റ്മോസ്ഫിയറിക് എമിഷൻസ് ദാറ്റ് കോസ് ആസിഡ് റെയിൻസ്, ഗ്രീൻ ഹൗസ് എഫക്ട്. ഇതൊക്കെ അഡ്വാൻറ്റേജ്. പൊല്യൂഷൻ ഫ്രീ ആണ്, ലോ പ്രൈസ് ആണ്, ലോവസ്റ്റ് പ്രൈസസ് റിന്യൂവബിൾ റിസോഴ്സസ് ആണ്, പിന്നെ അറ്റ്മോസ്ഫിയറിക് എമിഷൻസ് ഒന്നും ഉണ്ടാവുന്നില്ല. ഇതൊക്കെ നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് ലിസ്റ്റ് ചെയ്യാം. General advantage. Wind energy is friendly to the surrounding environment as no fossil fuels are burned to generate electricity from wind energy. Wind turbines requires less space than average power station. മറ്റേത് ഫസ്റ്റ് വൺ പറഞ്ഞു. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ പവർ സ്റ്റേഷനെ അപേക്ഷിച്ചിട്ട് വിൻഡ് ടർബൈൻസിന് ഓക്യുപ്പൈ ചെയ്യാൻ ലോ സ്പേസേ വേണ്ടുള്ളൂ. ചെറിയ സ്പേസിൽ തന്നെ ഇത് ഓക്യുപ്പൈ ചെയ്യാൻ കഴിയും. വെൻ കമ്പൈൻഡ് വിത്ത് സോളാർ ഇലക്ട്രിസിറ്റി, ദിസ് എനർജി സോഴ്സസ് great for developed and developing countries to provide a steady, reliable supply of electricity. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വിൻഡ് എനർജിയിലുള്ളത്. ക്ലിയർ ആണോ? ഇന്നത്തെ ടോപ്പിക് ക്ലിയർ ആണോ എല്ലാവർക്കും?